അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം പറയാണ് കേട്ടോ. ഞങ്ങൾ കൊട്ടിയൂരപ്പൻ്റെയും മുത്തപ്പൻ്റെയും മണ്ണിലോട്ട് പോവുകയാണ്, കണ്ണൂർക്ക് പോവുകയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഉടനെ സാധിക്കുമെന്നൊന്നും കരുതിയൊന്നുമല്ല. ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ അതുകൊണ്ട് ഇത് പറയുന്നത് തന്നെ. അപ്പം നമുക്ക് പോകാനുള്ള വന്ദേ ഭാരതാണ് ഈ വന്നത് കേട്ടോ. വന്ദേ ഭാരതിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. അതൊരു സത്യം പറഞ്ഞാൽ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പം നേരെ ഞങ്ങൾ കണ്ണൂർക്ക് പോവുകയാണ്. വന്ദേ ഭാരതിൽ കയറി കഴിഞ്ഞപ്പോഴേ പറഞ്ഞതുപോലെ അവർ ചായയും സ്നാക്സും അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ കൊണ്ടു തന്നു കേട്ടോ. വന്ദേ ഭാരതിലൊരു യാത്രയെന്ന് പറയാൻ നമുക്കൊരിക്കലും മുഷിവ് തോന്നത്തില്ല, ഒരു അലച്ചിലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പൈസ കൂടുതൽ അധികമാണെങ്കിലും നമുക്കൊരു മറ്റുള്ള ട്രെയിനെ അപേക്ഷിച്ചിട്ട് ക്യാഷ് കൂടുതലാവുമെങ്കിലും ഒരു അലച്ചിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ചെന്ന ഉടനെ ചായ അങ്ങനെയുള്ള സ്നാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ സുംബൂസ് അതുകൊണ്ട് തന്നെ ഹാപ്പിയായി. അതൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഈ കൊല്ലം ജില്ലയിലുള്ള ഞാൻ കണ്ണൂർ ജില്ലയിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് ഈ യൂട്യൂബ് ഫാമിലിയിലുള്ള കുറേ സഹോദരങ്ങളുണ്ട് കേട്ടോ. അവരുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഇറങ്ങി പുറപ്പെടുന്നത് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, സഹോദരങ്ങളുണ്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ. പിന്നെ ചായയുടെ കൂടെ നല്ല അടിപൊളി കുളക്കട്ടയാണ് കേട്ടോ, നമ്മുടെ നാടൻ പലഹാരം, അതായത് ആവിയിൽ പുഴുങ്ങിയ പൊരിപ്പൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഫുഡാണ്, നല്ല കുഴക്കട്ടയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുമായിരുന്നു. അതും ചായയും അതൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് വന്ദേ ഭാരതിൽ. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ അതെന്താണ് ഞാൻ എടുത്ത് കാണിച്ചത് കേട്ടോ. ഫുഡ് ഐറ്റംസ് ഒക്കെ അടിപൊളി ഫുഡാണ്. പിന്നെ ഒരുപാട് കാലച്ചിലൊന്നുമില്ല, ഇങ്ങനെ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നമ്മളീ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഈ ചായയുടെ കൂടെ ഹൽവയോ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരിക്കലും ബോറടിക്കത്തുമില്ല, വിശക്കത്തുമില്ല. അങ്ങനെ പോവുകയാണ്, ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത് കേട്ടോ. എന്തായാലും എന്ത് വരട്ടെ, എനിക്ക് കൊട്ടിയൂരപ്പനെ കാണണം, മുത്തപ്പനെ കാണണം, അങ്ങനെ കണ്ണൂരിലുള്ള നമ്മുടെ സഹോദരങ്ങളെ എല്ലാം കാണണം. അങ്ങനെ പുറപ്പെട്ടതാണ് കേട്ടോ. ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഒരു കണക്ക് കൂട്ടലില്ലാതെ ഇറങ്ങി പുറപ്പെട്ടതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് എന്താ പറയുക, അടുത്ത ഐറ്റംസ് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചായ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ചപ്പാത്തി ഉച്ചക്കത്തേക്കുള്ള കേട്ടോ. ഇത് വൈകുന്നേരത്തെ ഫുഡാണ്. ഉച്ചയ്ക്കാണ് നമ്മൾ കയറിയത്, ഇത് വൈകുന്നേരത്തെ ഫുഡാണ്. വൈകുന്നേരം ചപ്പാത്തി, ചോറ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി നല്ല അടിപൊളി ചപ്പാത്തിയായിരുന്നു. അതിൻ്റെ കൂടെ കുറുമ പോലുള്ളൊരു പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ ചോറുണ്ടായിരുന്നു, നമ്മുടെ ബിരിയാണി റൈസ് പോലുള്ളൊക്കെയുള്ള ചോറ് കണ്ടിതായിരുന്നു ഐറ്റംസ്. അപ്പോൾ അതും കഴിച്ചു. വെജിറ്റേറിയൻ ആണ് കേട്ടോ, ഫുൾ വെജിറ്റേറിയൻ. അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ വ്രതമാണ്, അതുകൊണ്ട് വെജിറ്റേറിയൻ ആണ്. പിന്നെ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതാണ് സത്യത്തിൽ എനിക്ക് ഇത് വണ്ടിയിലിരുന്ന് തന്നെയാണ് കേട്ടോ ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സൗണ്ടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ട്രെയിൻ കണ്ണൂരോട്ട് അടുക്കുകയാണ് കേട്ടോ. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ണൂരിലോട്ട് എത്തി ട്രെയിൻ നിർത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലോട്ട് പറയാം. അപ്പോൾ നമ്മുടെ കണ്ണൂരിലോട്ട് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ടാറ്റാ.